ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പല്ലവി വിഷമിച്ചിരിക്കുന്നിടത്തേക്ക് സേതു വന്നു. എന്തു പറ്റി പല്ലവി? ഒരു മനസ്സിനൊരു സുഖമില്ലെന്ന് തോന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം സേതു ഏട്ടാ, എനിക്ക് മനസ്സിനൊരു സമാധാനവും കിട്ടുന്നില്ലെന്നുള്ള കാര്യം പല്ലവി ഇങ്ങനെ പറയുക. എന്താ കാര്യമെന്ന് ചോദിച്ചു. ഓ എൻ്റെ ദൈവമേ, ആ ബന്ധവാങ്ങാനും വളർന്ന് എന്താകുമെന്ന് ഓർത്തിട്ടെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പല്ലവി പറഞ്ഞു. പല്ലവിയുടെ അനിയത്തിയല്ലേ പാറു, അവള് മണ്ടത്തരം കാണിക്കുമെന്ന് ചോദിച്ചു. മനുഷ്യന്റെ മനസ്സല്ലേ സേതു ഏട്ടാ, അത് എങ്ങനെയൊക്കെ പോകുമെന്ന് ആർക്ക് പറയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവനെങ്ങനെയുണ്ട് ആ വിശ്വജിത്ത് എന്ന് പറയുന്നവനെന്ന് സേതു ചോദിച്ചു. നല്ല ആളൊക്കെയാ, ചേട്ടൻ്റെ കുഴപ്പങ്ങളൊന്നും അനിയനില്ല എന്ന കാര്യം പല്ലവി അന്നേരം പറഞ്ഞു. പിന്നെന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് അയാളുടെ അനിയനല്ലേ സേതു ഏട്ടാ, അതൊരു പ്രശ്നം തന്നെയല്ലേ. എന്നോടുള്ള ദേഷ്യം എൻ്റെ അനിയത്തിയോടെങ്ങാനും അയാൾ തീർത്താൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. നോർമലായ ഒരാളല്ല ഇന്ദ്രജിത്ത്, അയാൾ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് പ്രവചിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്കെല്ലാം പറഞ്ഞ് ശരിയാക്കാമെന്ന് സേതു പറയുക. അതിന് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നും പറഞ്ഞു പല്ലവി. ആദ്യമൊക്കെ എനിക്ക് ആ വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്തോ എനിക്ക് ധൈര്യം ഇല്ലാത്തതുപോലെ തോന്നുന്നതെന്ന് പല്ലവി ഇങ്ങനെ സേതുവിനോട് പറഞ്ഞപ്പോൾ എല്ലാം ശരിയാകുമെന്നേ. പല്ലവി വിഷമിക്കുന്നത് പോലെയോ പേടിക്കുന്നത് പോലെയോ ഒന്നും ഉണ്ടാകാൻ പോണില്ല, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു സേതു. അപ്പോൾ ഉപദേശിക്കാനേ എത്ര എളുപ്പമാണ് അല്ല സേതു ഏട്ടാ, അവരവർ ആ വഴികളിലൂടെ കടന്നു പോകുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇടപെടണോ പല്ലവി? വേണമെങ്കിൽ അവനിട്ട് രണ്ടെണ്ണം ഞാൻ കൊടുക്കാം. അയ്യോ എൻ്റെ പൊന്നെ, അതൊന്നും വേണ്ടേ. ഇനി അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമല്ലേ ചെയ്യുള്ളൂ സേതു ഏട്ടാ. ബുദ്ധിപരമായിട്ട് വേണം നമുക്ക് നീങ്ങാനെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക സേതു പല്ലവിയോട് സേതുവിനോട് പല്ലവി. അപ്പം അമ്മയും അച്ഛൻ എല്ലാവരെയും നമ്മൾ നോക്കണ്ടേ, സേതുവേട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായാൽ മതി, ഞാനിത് കൈകാര്യം ചെയ്തോളാമെന്ന് പല്ലവി പറയുമ്പോൾ ആ ശരി, ഇടപെടേണ്ട ഘട്ടം വരുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് ഇടപെട്ടോളാവെന്ന് പറഞ്ഞപ്പോൾ ഷോ എൻ്റെ പൊന്നെ വേണ്ടായേ, മനസ്സ് വെച്ചുള്ള കളിയാണെന്നും സൂക്ഷിക്കണമെന്ന കാര്യവും പല്ലവി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ ഇക്കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നു. പല്ലവി ധൈര്യമായിട്ടിരിക്കും, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് സേതു പല്ലവിക്ക് ധൈര്യം കൊടുത്തിട്ട് അവിടുന്ന് പോകുക. അത് കഴിഞ്ഞിട്ട് സേതു അങ്ങ് പോയി തിരിഞ്ഞു നിന്നിട്ട് ഞാൻ സഹായിക്കണോ എന്ന് ചോദിച്ചു. ഞാനിത് കഴിഞ്ഞിട്ട് വന്നോളാം സേതുവായിട്ട് ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് പല്ലവി സേതുവിനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചു അതുവഴി വരും. അപ്പോൾ ഋതിക എവിടെ ഇരിക്കുന്നത് കണ്ടു. ഋതികയോട് ചോദിച്ചാൽ ഹരിയെ കണ്ടുവന്നു. അപ്പം ഏത് കരി എന്ന ഋതിക. ഓ ഹരി എന്താ മുറിയിലില്ലേ, കളഞ്ഞു പോയോ എന്ന് ചോദിച്ചു. എന്നാ അവനെ രക്ഷപ്പെട്ട് പോയി കാണുമെന്ന്. അച്ഛൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഈ അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാലൊന്നും കിടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം നിനക്കേ അസൂയാടി അസൂയ എന്ന് പറഞ്ഞ അച്ചു. പിന്നെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ മോനെയല്ലേ നീ കെട്ടിയിരിക്കുന്നത്, അസൂയപ്പെടാനായിട്ട് അച്ചരിപ്പിക്കാതെ പോവാൻ നോക്കടിയെന്നും പറഞ്ഞായി ഋതിക. നിന്റെ ഭർത്താവ് വല്ല ഓട്ടവും പോയതായിരിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ചു വല്ലാണ്ട് വിഷമിച്ചു. കസ്റ്റമേഴ്സ് വിളിച്ചാൽ ഏത് പാതിരാത്രിക്കാണെങ്കിലും പോയല്ലേ പറ്റൂ ഡ്രൈവർക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഋതിക പുച്ഛിക്കുക. അച്ചു അവിടെ നിന്ന് അങ്ങ് പോയി. എന്നിട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഉമ്മറത്തോടെ ഇങ്ങനെ നടക്കുക. അപ്പോഴാണ് നമ്മുടെ ഹരി ഓട്ടോയുമായിട്ട് വരുന്നത്. ഹരി ഓട്ടോയുമായിട്ട് വന്നപ്പോൾ എവിടെ പോയതാ ഹരി, ഞാൻ വിളിച്ചു പറഞ്ഞതല്ലേ നേരത്തെ വരാനായിട്ടെന്ന് ചോദിച്ചു. എന്തിനാ അച്ചു ഓട്ടോയും കൊണ്ട് വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അമ്മയെങ്ങാനും കണ്ടാൽ ആകെ പ്രശ്നമാവില്ലെന്ന് ചോദിക്കുമ്പം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഹരിക്ക് ഒരു സർപ്രൈസ് തരാനാ വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അച്ചു. ഒന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞു. എന്തിനാ? ഒന്ന് കണ്ണടയ്ക്കേണ്ട ഹരി, എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക് ഹരി. അപ്പോൾ ഹരി കണ്ണടച്ച് തിരിഞ്ഞു നിന്നു. ഈ സമയത്ത് നമ്മുടെ അച്ചു പതുക്കെ ഓട്ടോയിൽ ചെന്ന് എന്തോ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക. അപ്പോൾ അതെന്താ ഇനി കണ്ണു തുറന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഹരി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനകത്ത് പേരൊട്ടിച്ചിരിക്കുന്നത് കണ്ട അച്ചു എന്ന്. അപ്പോൾ അച്ചു എന്ന് പേരൊട്ടിച്ച് വെച്ചേക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഹരി അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. ഹരി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ പണിയൊക്കെ അച്ചു ചെയ്യുമെന്നുള്ളത്. അങ്ങനെ അച്ചു എന്നുള്ള പേരൊട്ടിച്ചപ്പോൾ തൻ്റെ പേരോ എന്താ ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പം ഇഷ്ടമായെന്ന് പറഞ്ഞു. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ പേരാണല്ലോ സാധാരണ നമ്മൾ വണ്ടിയിലൊക്കെ എഴുതാറ്. എന്താ ശരിയായ കാര്യമല്ലേ? അതെ. ഇനി സ്റ്റാൻഡിലൊക്കെ കിടക്കുമ്പോഴേ മറ്റുള്ള ഡ്രൈവേഴ്സ് വിളിക്കുന്നത് എന്താണെന്നറിയോ? അച്ചുന്ന്. ഹരിയെന്നൊന്നും ഇനി വിളിക്കില്ല കേട്ടോ. ആ പേരിൽ അച്ചുവിനെ എപ്പോഴും ഹരി ഓർക്കുമെന്നും പറഞ്ഞോട്ട് നമ്മുടെ അച്ചു പറയാം. ഇനി അച്ചുവിലെ കയറി നമുക്കൊന്ന് കറങ്ങിയാലോ? ബാ, ഈ രാത്രിയിലോ എങ്ങോട്ട് കറങ്ങാൻ? അതിനിപ്പോൾ എന്താ കുഴപ്പം? ഹരി റെഡിയാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും എന്ന് അച്ചു പറഞ്ഞു. കറങ്ങാനല്ലെങ്കിലും രാത്രിയാണ് നല്ലത്, നൈറ്റ് ഡ്രൈവ് അതല്ലേ നല്ലത്. എന്താ പോകാം ബാ. അങ്ങനെ അച്ചു ഹരിയെ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി പോകാനായിട്ട് നോക്കുക. ആ സമയത്ത് അച്ചു ഋതികയോട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി കയറി വന്നു. അതെ, ഞങ്ങളൊന്ന് പുറത്ത് പോവുക, ഞാനും ഹരിയും. ഫ്രണ്ടിലെ ഡോറ് കുറ്റിയിടണ്ട,
വൈകാൻ നിങ്ങളെ വിളിക്കാതെ അകത്ത് കയറാലോ എന്ന് പറഞ്ഞു. പോയിട്ട് അപ്പോൾ വരും. അപ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ല, മൂഡ് പോലെ ഇരിക്കുമെന്നും, ചിലപ്പോൾ നേരത്തെ എത്തും, ചിലപ്പോൾ വൈകിയെന്നും വരും, ചിലപ്പോൾ വന്നില്ല എന്നും വരുമെന്നും പറഞ്ഞ് നമ്മുടെ അച്ചു അവിടെ നിന്ന് അങ്ങ് പോയി. അച്ചു ചിരിച്ച് തുള്ളിച്ചാടി അവിടെ നിന്ന് പോകുന്നത് കണ്ടപ്പോൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഹൃദയക്ക് അതങ്ങ് ദഹിച്ചില്ല കേട്ടോ, പെരും കളിക്ക്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചുവും ഹരിയും കൂടി ഇങ്ങനെ പോകുമ്പോൾ കാറിൽ മാത്രം പോയിരുന്ന താൻ ഇപ്പോൾ ഓട്ടോയിലൊക്കെ പോകുന്നു. എന്തൊരു മാറ്റം അല്ലേ എന്ന് ഹരി ഇങ്ങനെ അച്ചുവിനോട് ചോദിക്കാം. എന്ത് തോന്നുന്നു തനിക്ക്? അപ്പം നല്ല സന്തോഷം തോന്നുന്നുണ്ടെന്ന് അച്ചു. കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ കൂടെ അച്ഛനുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ഓട്ടോയിൽ പോകുമ്പോൾ കൂടെ ഭർത്താവുണ്ടെന്നും അച്ചു ഇങ്ങനെ പറയാം. ഹരിക്ക് അതൊക്കെ ഒരു വിഷമാട്ടോ. ഒരു പെൺകുട്ടിക്ക് അതല്ലേ ഏറ്റവും കൂടുതൽ വേണ്ടത്, ഒരാൺതുണ. അതെനിക്ക് എന്തായാലും ഉണ്ടല്ലോ, അതെനിക്കുണ്ടല്ലോ എപ്പോഴും. അത് താൻ പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പഠിക്കുമ്പോഴേ ഞാൻ സിറ്റി ബസ്സിൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു. അമിതമായ ഒരു സുഖ സൗകര്യങ്ങളും ഞങ്ങൾ അനുഭവിക്കാൻ പാടില്ല എന്ന് അച്ഛന് നിർബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അച്ചു ഇങ്ങനെ പറയുവാണ്. സാധാരണക്കാരെ പോലെ തന്നെയാണ് ഞങ്ങൾ വളർന്നത്, അച്ഛൻ ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് ഓട്ടോയിൽ പോയാലും പ്ലെയിനിൽ പോയാലും എനിക്കല്ല ഒരുപോലെ തന്നെയാണെന്നൊക്കെ അച്ചു ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിരിക്കുക നമ്മുടെ ഹരി. വാഹനമല്ല കൂടെ ആര്, അതാണ് എനിക്ക് പ്രധാനമെന്ന് നമ്മുടെ അച്ചു പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലെന്ന് ചോദിച്ചപ്പം ശരിയാണെന്ന് ഹരി. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മുന്നിലിരിക്കട്ടെ ഹരി എന്ന് ചോദിച്ചു. അത് ഇപ്പോൾ വേണ്ട. അതെന്താ? അത് പിന്നെ ഈ വണ്ടിയുടെ ബാലൻസ് തെറ്റും, അതുകൊണ്ടാണത് ഹരി. വണ്ടിയുടെ ബാലൻസ് ആണോ അതോ ഹരിയുടെ ബാലൻസ് ആണോ പോകുന്നത് എന്ന് അച്ചു ചോദിക്കുമ്പോൾ ഹരി ഇങ്ങനെ നോക്കിക്കോ, ഞാനും ഒരു ദിവസം ഓട്ടോ ഓടിക്കുമെന്ന് അച്ചു. അപ്പം എനിക്ക് മുന്നിൽ ഇരിക്കാവല്ലോ എന്ന് അച്ചു ഇങ്ങനെ ഹരിയോട് പറഞ്ഞു. ഹരി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ ചിരിയും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ അവർ പോണു. പിന്നെ കാണിക്കുന്നത് അമ്മ കിടക്കാൻ വേണ്ടി ബെഡൊക്കെ വിരിച്ച് റെഡിയാക്കുക. അപ്പോഴത്തേക്ക് മോള് വന്നു. അമ്മേ മരുന്നൊക്കെ കഴിച്ചോ അമ്മേ എന്നും ചോദിച്ചു. കഴിച്ചു എന്ന് അമ്മ പറഞ്ഞു. ആ സമയത്ത് ചോദിക്കണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാ, എന്നിട്ടും മറന്നു പോകും. എന്ത്? അല്ല അമ്മയുടെ ആരോഗ്യമൊക്കെ ഇപ്പം എങ്ങനെയുണ്ടമ്മേ? കുഴപ്പമൊന്നുമില്ല. അതും പറഞ്ഞ് മോള് വന്ന് അമ്മയുടെ അടുത്ത് സൈഡ് പറ്റി അങ്ങനെ ഇരിക്കും. അച്ചുവിൻ്റെ കല്യാണം അമ്മയെ ശരിക്കും ബാധിച്ചിട്ടുണ്ടല്ലേ? അമ്മയുടെ മനസ്സിന് നല്ല ക്ഷീണമുണ്ടെന്ന് എനിക്കറിയാം. പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല അമ്മേ. ആ ബന്ധമൊന്നും അധികകാലം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഋതുക ഇങ്ങനെ പറയുക. അപ്പം മനസ്സിലായില്ല എന്ന് പൂർണിമ. ഇപ്പോഴത്തെ ആവേശമൊക്കെ കഴിയുമ്പോൾ അവർക്കിടയിൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അവർ പിരിയുകയും ചെയ്യുമെന്ന കാര്യം മകൾ അമ്മയോട് പറയാം. കൊള്ളാവുന്ന ആരെങ്കിലും കൊണ്ട് നമ്മൾ അച്ചുവിനെ വീണ്ടും കെട്ടിക്കും. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒത്തുള്ളൊരു ബന്ധം നമ്മൾ കണ്ടെത്തുകയും ചെയ്യുമെന്നും പറഞ്ഞു. അത് കേട്ടപ്പം അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. എളുപ്പമല്ല അത്. അപ്പം നടക്കും അമ്മേ, അമ്മ കണ്ടോളാൻ പറയാറ് ഋതിക. വേണ്ട എന്ന് പൂർണിമ അന്നേരം പറഞ്ഞു. ഇപ്പോൾ ഋതിക ഇങ്ങനെ നോക്കുക. അതെന്താ അങ്ങനെ അമ്മ പറയാൻ കാരണം? അങ്ങനെയൊന്നും തൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ട എന്ന് പൂർണിമ പറഞ്ഞു കേട്ടോ. അവൾക്കൊരു അബദ്ധം പറ്റിയെന്നുള്ളത് ശരിയാ, നമുക്കതിൽ എതിർപ്പുമുണ്ട്. നോക്കട്ടെ അവരെങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അവരുടെ പെരുമാറ്റം പോലെ ഇരിക്കും അവരുടെ ഭാവി എന്നും പറഞ്ഞ് പൂർണിമ പറയുമ്പോൾ അപ്പോൾ അമ്മ അവരെ സ്വീകരിക്കാൻ പോവാണെന്ന് ചോദിച്ചു ഋതിക. ഇപ്പോഴല്ല, പിന്നെ നമുക്ക് നോക്കാവെന്ന് പറഞ്ഞു. അങ്ങനെ ഋതികയ്ക്ക് വെല്ലുവിളിയായിട്ട് അമ്മ ഹരിയെ അംഗീകരിക്കുകയാണ്. അവരുടെ ജീവിതം എങ്ങനെ പോകുമെന്ന് നോക്കിയിട്ട് ഞാനത് തീരുമാനിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എന്തിനാ അമ്മ ഇപ്പോൾ അവരെ മാറ്റി നിർത്തുന്നത്? മാപ്പ് കൊടുത്തുകൂടി അവർക്കെന്ന് ഋതിക ചോദിക്കുക. അതിന് എൻ്റെ മനസ്സൊന്ന് തയ്യാറാവണ്ടേ എന്ന് ചോദിച്ചു. വരട്ടെ നമുക്ക് നോക്കാം, കാലം തീരുമാനിക്കട്ടെ എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പം എന്നും പറഞ്ഞിരിക്കുക. എനിക്ക് നല്ല ഉറക്കം വരുന്നു, ഞാൻ കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ അന്നേരത്തേക്കും അവിടെ കയറി കിടന്നു. ഋതുകയ്ക്കാണെങ്കിൽ അത് വല്ലാത്തൊരു തിരിച്ചടിയായി. അമ്മ കിടക്കുന്നതും കണ്ടിട്ട് ഋതുക ഇങ്ങനെ അമ്മയെ നോക്കി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് ആ ഫോൺ അങ്ങോട്ടേക്ക് എടുക്കുക കേട്ടോ. അമ്മ അറിയാതെ അമ്മയുടെ ഫോൺ എടുത്തുകൊണ്ട് വരും. അവൾ ആരെ കള്ളി എന്തൊക്കെയോ ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ്. ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ 4 പാട് നോക്കിയിട്ട് ആ ഫോണിൽ നിന്നും വേറൊരു ഇതൊക്കെ സ്വന്തം ഫോണിലേക്ക് മാറ്റുക. എന്നിട്ട് അമ്മയുടെ ഫോണിൽ നിന്ന് ഒരു ആളെ വിളിക്കുവാണ്. അപ്പോൾ ഞാൻ പൊന്നുമടത്തിൽ നിന്ന് പൂർണിമയെ വിളിക്കുന്നത്. എൻ്റെ മകളെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കല്യാണം കഴിച്ചുവെന്നും പിന്നെ അവന് ഓട്ടോറിക്ഷ ഓടിക്കലാണ് ജോലിയെന്നും ആ ഓട്ടോറിക്ഷ എൻ്റെ വീടിൻ്റെ അടുത്താണ് പാർക്ക് ചെയ്യാറെന്നുള്ള കാര്യമൊക്കെ പറയാം. അപ്പോൾ ഇയാൾ ഇങ്ങനെ കേൾക്കുമോ ഇതൊക്കെ? അതെ, നാളെ അത് അവിടെ കാണാൻ പാടില്ല എന്നും പിന്നെ കത്തിക്കണമെന്ന കാര്യവും ഋതിക പറയൂ കേട്ടോ. വണ്ടി നമ്പർ അതും അഡ്രസ്സും ഒക്കെ ഞാൻ ഇപ്പം അയച്ചേക്കാം, വേണ്ടതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. ശരി മേഡം എന്നും പറഞ്ഞുകൊണ്ട് ഫോണും കട്ട് ചെയ്തു. ഋതുക ഇത്രയും ക്രൂരതയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ അമ്മയുടെ ഫോൺ ഇരുന്നിടത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കുവാണ്. അപ്പോൾ അങ്ങനെ അമ്മ ഹരി അംഗീകരിക്കുമെന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ ചെയ്ത ക്രൂരതയാണിത്, പിശാച്. അങ്ങനെ
അതും കഴിഞ്ഞിട്ട് അവൾ അവളുടെ മുറിയിലേക്ക് പോയി. പിന്നെ കാണിക്കുന്നത് അച്ചുവിനെയും ഹരിയെയും ആണ് കേട്ടോ. അവർ രണ്ടുപേരും കൂടി ഒരു തട്ടുകടയിൽ വന്നു. തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ അതെ, ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കണോ? പൊന്നുമടത്തിലെ കുട്ടിയല്ലേ താനെന്ന് ചോദിക്കുന്നു. അതിനിപ്പോൾ എന്താ, 5 സ്റ്റാർ ഫുഡ് മാത്രമല്ല, ഇങ്ങനെയുള്ള ഫുഡൊക്കെ എനിക്ക് ഇഷ്ടം തന്നെയാണ് നമ്മുടെ അച്ചു പറഞ്ഞു. ദോശ ഓംലേറ്റ് പറയാനും നല്ല വിശപ്പുണ്ടെന്നു അച്ചു ഹരിയോട് പറയുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. ഹരി എന്നിട്ട് ഓംലേറ്റ് ദോശയും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 പ്ലേറ്റ് എടുത്തോളാൻ പറഞ്ഞ് നമ്മുടെ ഹരി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു. ഈ ചേട്ടനോട് പറഞ്ഞിട്ട് വാച്ചു നമുക്ക് അകത്തിരുന്ന് കഴിക്കാലോ. കഴിക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചുവും കൂടെ ചെല്ലും. അങ്ങനെ 2 പേരും അവിടെ ചെന്ന് ഇരിക്കും കേട്ടോ. അപ്പോൾ വേറൊരു ചേട്ടൻ വന്നു. അവിടെ ഒരു 5 ദോശയും ഒരു ഓംലേറ്റും പാഴ്സൽ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അതും ഒരു ഓട്ടോ ചേട്ടനായിരുന്നു. അപ്പോൾ ഓട്ടോ ചേട്ടനെ കണ്ടപ്പോഴത്തേക്ക് ഹരി ഇങ്ങനെ തല ഇങ്ങനെ മൂടി വെച്ചുകൊണ്ടിരിക്കുക. ചേട്ടൻ കാണരുതല്ലോ എന്ന് ആലോചിച്ചു. അപ്പോൾ തന്നെ ചേട്ടൻ കൃത്യമായിട്ട് ഹരിയെ കണ്ടു. ഡാ ഹരി എന്നും പറഞ്ഞു. എന്നിട്ട് വിളിച്ചു കേട്ടോ. നീ നൈറ്റൊക്കെ ഓടി തുടങ്ങിയോടാന്ന് ചോദിക്കുമ്പം ഇല്ല, ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാ. അപ്പോൾ ഇതാരാന്ന് ചോദിച്ചു. വല്ല പ്രേമോ മറ്റോ ആണോടാ? അയ്യോ അല്ല, പ്രേമൊന്നുമല്ല. അപ്പോൾ പിന്നെ എന്താടാ ഒരു ചുറ്റിക്കളി? ചുറ്റിക്കളിയൊക്കെ ആണോ? അയ്യോ അങ്ങനൊന്നും അല്ല. നിനക്കെന്താണ് ഒരു പരിഭ്രമം പോലെ എന്നൊക്കെ ഇങ്ങനെ ഹരിയോട് ചോദിച്ച ചേട്ടാ. സത്യം പറയടാ, എവിടെന്നെങ്കിലും ചാടിച്ചോണ്ട് വന്ന പെണ്ണാണോ എന്നൊക്കെ ചോദിച്ചപ്പം അയ്യോ എൻ്റെ പൊന്ന് ചേട്ടാ അങ്ങനെയൊന്നും അല്ല, ഞാൻ ഹരിയുടെ ഭാര്യ. എന്നിട്ടാണോ അത് പറയാൻ നിനക്ക് ഇത്ര മടിയടാ എന്നാ ചേട്ടൻ ഹരിയോട് ചോദിച്ചു. അപ്പോൾ സോറി കേട്ടോ മോളെ, ഇവൻ്റെ മുഖം കണ്ടപ്പോഴേ ഞാൻ വേറെ എന്തൊക്കെയോ ചിന്തിച്ചു പോയി, അതാ കേട്ടോ എന്നാ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. എടാ ഹരി, ചിലവുണ്ട് കേട്ടോ, ചിലവുണ്ടേ. അപ്പം ചെയ്യാം ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി ഇരിക്കുക. അണ്ണ ഞാൻ പോയിട്ട് വരാം, എടുത്ത് വെച്ചേക്ക് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. ആ ചേട്ടൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഹരിയോട് പറയേണ്ട സമയത്ത് പറയണം, അല്ലെങ്കിലേ ഇതുപോലെ നാണം കെട്ടി ഇരിക്കേണ്ടി വരും കേട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക. ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഹരിക്ക്? അതിന് ആ ചേട്ടനത് മനസ്സിലാക്കുമെന്നാണ് കരുതി, അങ്ങനെ പറ്റിപ്പോയതാ. അപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലേ ആൾക്കാർക്ക് മനസ്സിലാവത്തുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. എന്തു മനസ്സിലായെന്ന്? ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാമെന്ന് അച്ചു. മനസ്സിലാക്കാനായിട്ട് ഹരി ശ്രമിക്കുന്നുമില്ല. മനസ്സിലായോ? മനസ്സിലായി. ഇല്ല, മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. അപ്പോഴേക്കും മനസ്സിലായോ എന്നുള്ള രീതിയിൽ നമ്മുടെ ആ വാക്ക് കുറേ പ്രാവശ്യം അച്ചു ഇങ്ങനെ ഉപയോഗിക്കാം. ഹരി അന്തം വിട്ടിങ്ങനെ ഇരിക്കുക. മനസ്സിലായത് തന്നെ ഞാൻ മനസ്സിലാക്കി തരാം. ഇപ്പം മനസ്സിലായോ? ഇല്ല. മനസ്സിലായില്ല എന്ന് ഹരി. ഈ പറഞ്ഞത് 100% സത്യം. എപ്പോഴാണ് മനസ്സിലായത് എന്നും പറഞ്ഞ് അച്ചു. അങ്ങനെ അവർ 2 പേരും കൂടി ഇരിക്കുന്നു. അപ്പോഴേക്കും ആ ചേട്ടൻ ദോശ ഓംപ്ലേറ്റും കൊണ്ട് കൊടുത്ത് അച്ചുവിനത് വല്ലാണ്ട് അങ്ങ് ഇഷ്ടമായി. അച്ചു ഇങ്ങനെ വയറ് നിറയെ കഴിക്കും കേട്ടോ. അങ്ങനെ അവർ 2 പേരും കൂടെ ഹാപ്പി ആയിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഋതിക വിളിച്ചു പറഞ്ഞു ഒരു കുപ്പി പെട്രോൾ മേടിച്ചുകൊണ്ട് വരുവാണ് നമ്മുടെ ഹരിയുടെ ഓട്ടോ കത്തിക്കാനായിട്ട്. പക്ഷെ ഇതൊന്നും ഈ പാവങ്ങൾ അറിയുന്നില്ലല്ലോ. അവർ ഭക്ഷണമൊക്കെ കഴിച്ച് കടൽ തീരത്ത് പോയി. അങ്ങനെ നമ്മുടെ അച്ചു ഇങ്ങനെ തിരമാലകളോട് കളിയൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഹരി ഇതൊക്കെ കണ്ട് അടുത്ത് നിൽക്കുന്നു. ചിരിയും കളിയും ഒക്കെ ആയിട്ട് അവർ 2 പേരും സ്വർഗത്തിൽ എന്ന പോലെ സന്തോഷത്തോടെ അവരുടെ ആ ഒരു ദിവസം ആസ്വദിക്കുവാണ്. പ്രത്യേകിച്ച് നമ്മുടെ അച്ചു. പിന്നെ ഹരിക്കാണെങ്കിൽ എല്ലാത്തിനും ഒരു മടിയുണ്ട്, എങ്കിൽ പോലും നമുക്കൊരു ഇത്. അപ്പോൾ നമുക്ക് പോയാലോ എന്നും ചോദിച്ചുകൊണ്ട് ഹരി ഇങ്ങനെ അയ്യോ ഇത്ര പെട്ടെന്നോ പോവാനേ എനിക്ക് തോന്നുന്നില്ല ഹരി എന്നും പറഞ്ഞ അച്ചു. ഇന്ന് രാത്രി മുഴുവനും നമുക്ക് കറങ്ങി നടന്നാലോ എന്ന് ചോദിക്കുമ്പം അത് വേണ്ട, ഇപ്പം തന്നെ അമ്മയ്ക്ക് നല്ല ദേഷ്യമാണ്. പിന്നെ ഒരുപാട് ദേഷ്യമായിട്ട് ചെന്നാൽ നമ്മളോട് ഉള്ള ദേഷ്യം അത് കൂടത്തേ ഉള്ളൂ. എന്തിനാ വെറുതെ എന്ന് ചോദിക്കുമ്പോൾ എന്നാരാ പറഞ്ഞേ? ഹരി കണ്ടോ, ഇന്നല്ലെങ്കിൽ നാളെ അമ്മ നമ്മളെ അംഗീകരിക്കും, ഉറപ്പായ കാര്യമാണെന്ന് അച്ചു ഇങ്ങനെ പറയാം. എല്ലാവരും തള്ളി പറഞ്ഞപ്പോഴും സേതുവേട്ടനെ സ്നേഹിച്ച ആളാ അമ്മ. ആ അമ്മയ്ക്കേ സ്വന്തം മോളായി എന്നെ എത്ര കാലം വെറുക്കാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം എത്രയും പെട്ടെന്ന് ഉണ്ടായാൽ മതിയായിരുന്നു. ഈ കുറ്റബോധത്തിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഹരി. കുറ്റബോധത്തിൻ്റെ യാതൊരു ആവശ്യവും ഹരിക്ക് വേണ്ട കേട്ടോ. സത്യത്തിൽ ഹരി എന്നെ രക്ഷിക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിച്ചു അച്ചു. ആ മുഹൂർത്തത്തിൽ എൻ്റെ കല്യാണം നടക്കണമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടക്കില്ലെന്നാണ് ജ്യോത്സ്യർ പറഞ്ഞിരുന്നത്. നിഖിലിൻ്റെ കയ്യിൽ നിന്നും ശരിക്കും എന്നെ രക്ഷിച്ചെടുക്കല്ലേ ചെയ്തത്. എന്തായാലും ഇതൊക്കെ ഓർക്കുന്നത് നല്ലത് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അച്ചു ഹരിയുടെ മനസ്സ് തുറന്ന് സംസാരിക്കാം. പിന്നെ ഹരി എപ്പോഴും ഇങ്ങനെ അമ്മയുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ മാത്രം റെഡിയായാൽ പോരാ, ഹരിയും ഒരുപാട് ശരിയാവാനുണ്ടെന്ന് പറഞ്ഞു. അമ്മ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, അമ്മ മാറുമ്പോൾ ഞാനും മാറുമെന്ന് പറഞ്ഞു. മാറിയില്ലെങ്കിലേ മാറ്റാൻ എനിക്കറിയാം, കാണണോ എന്ന് ചോദിച്ചു അച്ചു. അപ്പോൾ ഹരി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ അച്ചുവിനെ നോക്കി നിൽക്കുമ്പോൾ അച്ചു ഇങ്ങനെ ഹരിയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഹരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.